നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിനിരയായ ടി.പി. ചന്ദ്രശേഖരന്റെയും കെ രമ എം.എൽ.എയുടെയും മകനായ അഭിനന്ദിന്റെ വിവാഹത്തിന് CPM നേതാക്കൾക്കും ക്ഷണം. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനടക്കമുള്ള CPM നേതാക്കളെ ക്ഷണിച്ച് കെ രമ. മന്ത്രിമാർക്കും ചില ഇടത് MLA-മാർക്കും അവർ ക്ഷണക്കത്ത് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ഷണം എത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. വിവാഹത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒരു നേതാക്കളെയും CPM വിലക്കിയിട്ടില്ല. CPM-ൽ വലിയ സുഹൃത്ത് വലയമുള്ളയാളായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ. CPM-നോട് പിണങ്ങി RMP രൂപീകരിച്ചതാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ കലാശിച്ചതെന്നും അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരുന്നു. കൊലപാതകത്തിൽ CPM-ന്റെ ഉന്നത നേതാക്കൾ വരെ പ്രതിക്കൂട്ടിലാവുന്ന അവസ്ഥയുണ്ടായിരുന്നു. സംഭവത്തെ തുടർന്ന് ഒഞ്ചിയത്ത് CPM തകർന്നടിയുകയും N. വേണുവും കെ രമയും ഉൾപ്പെട്ട RMP വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തു. CPM വിട്ട് RMP രൂപവൽക്കരിച്ച ടി.പി. ചന്ദ്രശേഖരനെ 2012 മെയ് 4-ന് രാത്രി അക്രമസംഘം നിഷ്ഠൂരമായി വെട്ടിക്കൊന്നത്. കൊലപ്പെടുമ്പോൾ മുൻ MLA-യും അടുത്ത സുഹൃത്തും CPM നേതാവുമായ സുരേഷ് കുറുപ്പിന്റെ മകൻ വിവാഹത്തിൽ പങ്കെടുക്കാനായി ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റ് ടി.പി.യുടെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്തിരുന്നു. ടി.പി. കൊല്ലപ്പെട്ടതിനു ശേഷം RMP-യിലൂടെ രാഷ്ട്രീയത്തിൽ സജീവമായ കെ രമയെ CPM വലിയ രീതിയിൽ ആക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്തിരുന്നു. ടി.പി.യുടെ മരണശേഷം ഒഞ്ചിയത്തെത്തിയ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ കുലംകുത്തികൾ തന്നെ എന്ന് പ്രസംഗിച്ചതും ഏറെ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ടി.പി. ചന്ദ്രശേഖരന്റെ വീട് സന്ദർശിച്ചതും വലിയ വാർത്താ പ്രാധാന്യവും CPM-നുള്ളിൽ വലിയ ചർച്ചയ്ക്കും വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.